വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എല്ലാവർക്കും തയ്യാറാക്കാം. വളരെ ഈസിയാണ്. നമ്മൾ മലക്കറി മേടിക്കുമ്പം കിട്ടുന്ന സാധനങ്ങൾ പറക്കിയെടുത്താലും മതി. ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ അതിന് പകരം വേറൊരു സാധനം എടുത്താൽ മതി. അത് ഉദാഹരണത്തിന് മാവ്, ഏതെങ്കിലും ഒരു മാവ് എടുത്താൽ മതി. അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു സാധനം. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര വില കൊടുത്താലേ ഇത്രയും ടേസ്റ്റി ആയൊരു സാധനം കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയേ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു തക്കാളി, ഒരു സവാള. ഇത് ഇത്രയും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. നമ്മളിവിടെ എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്ര പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സവാളയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും അതുപോലെ വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അരിയുന്നത് കാണിക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് സമയം പോകും. അതുകൊണ്ടാണ് അരിയുന്നത് കാണിക്കുന്നത്. ക്യാപ്സിക്കം അതുപോലെ തന്നെ, തക്കാളി അതുപോലെ തന്നെ. ഇതിനി നമുക്ക് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഓരോ സാധനങ്ങളിട്ട് വഴറ്റാം. ആദ്യം ഞാൻ ഇടുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റോളം വഴറ്റണം. അപ്പോഴും അങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കണം. സവാളയും ഉരുളക്കിഴങ്ങും കൂടെ വഴറ്റാം. അപ്പോഴും സവാള അതിൻ്റെ കൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴും വഴണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ നല്ലതുപോലെ മൂത്ത് വരണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെന്ത് കിട്ടണം. അതുവരെ നമ്മൾ വഴറ്റിക്കൊണ്ട് ഇരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതുപോലെ ഇതൊന്നും വരാൻ പാടില്ല. അതങ്ങെടുത്ത് മാറ്റാം. ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കിത് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മൾ അറിയാതെ പോലും സവാളയിലും തക്കാളിയിലും ഒന്നും അതുപോലെ തൊലിയിതൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റിയത്. ഇതിനി നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിക്കാം. തീ കുറച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം. അത് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നല്ലപോലെ വെന്ത് വരണം. ഇനി ഞാൻ ഇവിടെ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ 2 മുട്ട, 1 കപ്പ് കടലമാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കടലമാവ് കയ്യിലില്ലെങ്കിൽ മൈദാമാവ് വേണമെങ്കിൽ എടുക്കാം. ഏതെങ്കിലും ഒരു പൊടി എടുത്താൽ മതി. അതല്ല ഗോതമ്പ് പൊടിയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി. ഇപ്പോൾ ഈ കടലമാവ് ഈ പാത്രത്തിലോട്ടിടാം. എന്നിട്ട് അതിലേക്ക് ഈ മുട്ട ഉടച്ചൊഴിക്കാം. രണ്ട് മുട്ടയും ഉടച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് മുട്ടയായിട്ട് നല്ലതുപോലെ മിക്സായി വരണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിനാവശ്യമായ ഉപ്പിട്ടാൽ മറ്റേതിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോഴിത് മിക്സ് ചെയ്ത് കൂട്ടത്തിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സെല്ലാം നല്ലതുപോലെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന
വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇടണം. നമ്മളിങ്ങനെ വഴറ്റി വെച്ചിരുന്നില്ലേ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. മുട്ടയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ എല്ലാം ഒന്നിനൊന്ന് ചേർന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടവും ഒന്ന് ആയി കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം. ഇത് ഇത്രയും എണ്ണ വേണ്ട, കുറച്ചുകൂടെ കുറഞ്ഞാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലൊരു തവിയിലോട്ട് കോരി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഈ എണ്ണയിലേക്കൊന്ന് വെച്ച് കൊടുക്കണം താത്ത്. ഇത് അതുപോലെ തന്നെ ഇരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇത് കോർക്കൊണ്ടൊന്ന് താത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് താത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ചീസ്, ബട്ടർ അങ്ങനെയുള്ളത് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം കയ്യിലുള്ളവർക്ക്. ഈ സ്പൂണിൽ ഇച്ചിരി എണ്ണ വരട്ടി കൊടുത്താൽ ഈ തവിയിലെ ഇച്ചിരി എണ്ണ വരട്ടി കൊടുത്താൽ അത് നല്ലതുപോലെ വീഴാൻ സഹായിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി ഇത് നമ്മൾ പതുക്കെ ഇളക്കി നോക്കണം. നല്ലതുപോലെ മറുവശം മൊരിഞ്ഞ് എന്ന് ബോധ്യം വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോഴൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കണം, ഇത് പിരിഞ്ഞു പോവാതിരിക്കാൻ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് വേവാനിനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേവാനുള്ളതെന്ന് പറഞ്ഞാൽ കടലമാവും മുട്ടയാണ്. ഇപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ചത് കൂടിപ്പോയി. ഇത്രയും എണ്ണ വേണ്ട, നമ്മൾ ശകലം എണ്ണ ഒഴിച്ചാൽ മതി. 1 സ്പൂണോ 2 സ്പൂണോളം എണ്ണ. ഇവിടെ എല്ലായിടവും ഒന്ന് ആവത്തക്ക നനയത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എണ്ണ ഒഴിച്ച് കൂടി ആ എണ്ണയൊന്ന് ചരിച്ചിങ്ങ് മാറ്റിയെടുക്കണം. അതാണ് ഞാൻ ഇങ്ങനെ ചരിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മലക്കറിയുടെ കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ കിടക്കുന്ന സാധനങ്ങൾ പറക്കിയെടുത്താലും ഒരു വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് ഇതുപോലൊരു നല്ല ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ഞാൻ അത് കഴിച്ചതാണ് ഉണ്ടാക്കി, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരെന്നും ഇതിന് നിൽക്കും. അത്ര ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്, വളരെ നല്ലതാണ്. അപ്പോഴെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.